ഇപ്പം ആ ഒരു നമ്മൾ ഓരോ സംഭവം കിട്ടുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണേ? പഠിക്കുന്നത് കൊണ്ടും വായിക്കുന്നത് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും കർമ്മം ചെയ്യുന്നത് കൊണ്ടും ആണോ അല്ലയോ? ഓരോ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും ഡിറൈവ് ചെയ്യാൻ നമുക്ക് പറ്റുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് ജ്ഞാനം നേടുമ്പോഴും ഉണ്ടാവും. അത് അനുഭവിക്കുമ്പോൾ വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കില്ല, ആണോ അല്ലയോ? അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കുറേ ദൂരത്ത് നിന്ന് വരേണ്ട വല്ല കാര്യമുണ്ട്. കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, എസ് ഓർണോ? നമുക്ക് എത്ര എക്സ്ക്യൂസസ് പറയാം. അതാണ് നമ്മൾ സാധാരണ കഷ്ടപ്പെട്ട് എന്തിനാ വരണേ? അറിവ് നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, ആണോ അല്ലയോ? ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഗുരുവിനെ കാണാനൊക്കെ ചെന്നൈയിൽ പോയിട്ടുള്ളത് അരമണിക്കൂർ ഗുരുവിൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിനൊക്കെ പിടിച്ചന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ അരമണിക്കൂറിന് വേണ്ടി വരുന്നത്? ഞാൻ അരമണിക്കൂർ വർത്ത് ഇറ്റ്, മനസ്സിലായോ? അപ്പം അങ്ങനെ യാത്ര ചെയ്യുന്നു പോയിട്ടുണ്ട്. ആ ഓരോ യാത്രയിൽ നമുക്ക് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത്, ഓരോ ഇൻട്രാക്ഷനിലും കിട്ടുന്ന നോളജ്, ഇറ്റ് ഈസ് ഹ്യൂജ്. അപ്പോൾ ഒന്നുകിൽ എന്തിനു വേണ്ടിയിട്ട്? ജ്ഞാനത്തിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? കർമ്മം. ആർക്കെങ്കിലും കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം ഒന്നും കർമ്മമല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തതും കർമ്മമല്ല, അതിനൊക്കെ ശമ്പളം മേടിച്ചത് തീർന്നു. അന്യർക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് പൂർത്ത കർമ്മം എന്ന് പറയുന്നത്. അതിന് വാപി, കൂപം, തടാകം, ദേവതാനേനാനിച്ച, അന്നപ്രധാനമുദ്യാനം. പൂർത്തം, ഇഷ്ടാപൂർത്തം, പ കച്ചടത പ, ലാസ്റ്റ് പ, ഇഷ്ടാപൂർത്തം എന്നാ പറയുക. ടെക്സ്റ്റ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, ഗുരു പറഞ്ഞു കേട്ടതും ഞാൻ എഴുതിയതും മാത്രമേ ഉള്ളൂ. എഴുതി വെച്ചതെന്നൊക്കെയാണ് ചിലപ്പോൾ പറയുന്നതും കേൾക്കുന്നത്. ചിലപ്പോൾ അവിടെയൊക്കെ മിസ്റ്റേക്ക് ഞാൻ കേട്ടതിലൊക്കെ ഉണ്ടാവാം. ഇഷ്ടാപൂർത്തം തന്നെയാണ്, അത് നോക്കിയാലും കിട്ടുന്നുണ്ട്. ഇഷ്ടാപൂർത്തം ഡോക്ടർ TPS നടിച്ചാൽ ഇത് ഉണ്ട് ഓൾറെഡി. മിക്കവാറും ശ്ലോകങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് ചെറിയ ബിറ്റായിട്ടോ അല്ലെങ്കിൽ റീലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് വേണ്ടിയാവുമ്പോൾ, സെൽഫിഷ് ആവുന്ന സമയത്ത്, അവർ നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ ബന്ധനം ഉള്ളൊരു സംഭവമാണ്. അറ്റാച്ച്മെൻ്റ് അല്ല ഉള്ളത്. എന്താ ഉണ്ടാവുക? ബന്ധനം. ഇന്ന് രാവിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ബന്ധനത്തിലാണ്. എന്ത് ബന്ധനത്തിലാണ്? അടുത്ത ബന്ധുക്കളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുക. കാരണം വേറെ ആരും ഇല്ല, അവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം, ആണോ അല്ലയോ? നമുക്ക് ആ പ്രശ്നമേ ഇല്ല. നമ്മൾ ചെയ്യുന്ന ഒന്നും അടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, വേറെ ആർക്കെങ്കിലോ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒരാളല്ലെങ്കിൽ വേറൊരാളുണ്ടാവും. മനസ്സിലാവുണ്ടോ പറയണേ? നമ്മുടെ ബന്ധുക്കൾ മാത്രം എന്ത് ചെയ്യും? ആ സർക്കിളിലാണ് നമ്മൾ കറങ്ങി കിടക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാനൊക്കെ അർജുനോട് പറഞ്ഞത്? ആർക്ക് വേണ്ടിയിട്ടാ? അവനവന് വേണ്ടിയിട്ടേ അല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഇതിഹാസ പുരാണങ്ങളും നോക്കിയാൽ ഒന്നും ചെയ്തിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടല്ല അല്ലേ? ഇന്നലെ നിൽക്കുമ്പോഴാണ് വാസുകിയുടെ, ഭഗവാൻ ശിവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന വാസുകി എന്ന് പറയുന്നത് സ്വന്തം ശരീരം പോലും പോറലേൽക്കാനും കഷ്ടപ്പെടാനും ഒന്നും മടിക്കാതെ അല്ലേ, പർവ്വതം ചുറ്റി നിൽക്കുന്ന സമയത്ത് ആ ഒരു ശരീരത്തിൽ എത്രയോ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും, ആണോ അല്ലയോ? തിരിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിരുന്നു ശിവൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒന്നും വേണ്ട, അങ്ങയുടെ കഴുത്ത് കിടന്നാൽ മതി. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്ത് കഷ്ടപ്പാട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല അതിനകത്ത്. ഉണ്ടോ? വേറെ ആർക്കോ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ചെയ്യുന്ന സമയത്തും വേറെ ആർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ധർമ്മം. ഇപ്പം രാമായണത്തിൻ്റെ കഥ പറയുമ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാമൻ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നതുകൊണ്ടൊന്നുമല്ല കാട്ടുപോയത്. രാജാവ് പറഞ്ഞത് കേൾക്കാണ്ടിരുന്നാലാ കുഴപ്പം. അച്ഛൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് വേറെ ആരും അറിയില്ലല്ലോ. പക്ഷെ രാജാവ് ആവാൻ പോകുന്ന ഒരാൾ രാജാവ് പറഞ്ഞത് കേൾക്കാതിരുന്നാൽ നാട്ടുകാരൊക്കെ കേൾക്കും. അപ്പോൾ ആര്, എങ്ങനെ, എപ്പോൾ, എവിടെ, എന്തിനു വേണ്ടി, ആരുടെ മുന്നിൽ, അതാണ് കർമ്മം. അത് വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ സമാധാനം എന്ന് മാത്രമല്ല സന്തോഷവും കിട്ടും. അങ്ങനെ പെർമനൻ്റ് ആയിട്ട് സന്തോഷം കിട്ടുമ്പോഴാണ് അതിന് സായുജ്യം എന്നൊക്കെ പറയാം. ആ സായുജ്യം കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, ഇതിനിടെ കണ്ടൊരു കോട്ട എഴുതിയ സമയത്ത് അല്ലേ, വേറൊരു രേണുകാമ്മയുണ്ട് കണ്ണൂരിക്ക്,
അപ്പം എൻ്റെ പ്രഭാഷണം കേട്ട് അതിനകത്ത് നിന്ന് കൊട്ടേഷൻ എഴുതി ഉണ്ടാക്കും, ഓരോ കോട്ട്സ്. അപ്പോൾ അതിനകത്ത് ചില വാക്കുകൾ ഞാൻ ഇടയ്ക്ക് കറക്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ സുഖം എന്നുള്ള വാക്ക്, സുഖം എന്ന് പറയുന്നതോ സംതൃപ്തി എന്ന് പറയുന്നതോ, അല്ലേ, ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്തുണ്ടാവും? സംതൃപ്തി ഉണ്ടോ? സായുജ്യം ഉണ്ടാവും ആരെങ്കിലും പറയാറ് ഉണ്ടോ? ഇതാണ് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചത്. പറയാറില്ലല്ലോ, ഇല്ല. അപ്പോൾ സായുജ്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മീയമായിട്ടുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സായുജ്യം. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ വാക്കുകൾ കൃത്യമായിട്ട് നമ്മൾ അറിയുന്ന സമയത്ത് എനിക്ക് സായുജ്യം കിട്ടുക ചെയ്യാം. ഭഗവാന്റെ അടുത്ത് വന്നാൽ എന്താ കിട്ടുക? വയറെന്നറിയോ? അതിനല്ലല്ലോ വരുന്നത്. അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അല്ലേ? അത് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖം, അത് പെർമനൻ്റായിട്ട് കിട്ടാൻ പറ്റുന്ന എപ്പോഴാണ്? അവനവൻ്റെ ശരീരത്തിന് വേണ്ടി കിട്ടുമ്പോഴല്ല, ശരീരത്തിന് പുറത്ത് എന്താണോ നമുക്ക് വേണ്ടത്. ബിയോണ്ട് ലിമിറ്റ്സ് എന്നൊക്കെ പറയില്ലേ? നമ്മുടെ എണ്ണത്തിലും ക്രമത്തിലൊന്നും പെടാത്ത കുറേ സംഭവങ്ങൾ നമുക്ക് വേണം. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. ആ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ അത് കിട്ടാണ്ടിരുന്നാൽ ബുദ്ധിമുട്ട് വരും. കിട്ടാത്ത അവസ്ഥയിലും ഹാപ്പി കിട്ടുന്നവരെ കുറേ ആൾക്കാരുണ്ട്. എന്താ വേണ്ടത് വെച്ചാൽ ഒന്നും വേണ്ടാന്ന് പറയുന്നത്. അതിൽ അറ്റാച്ച്ഡ് ആവാൻ, പക്ഷേ എന്താവരുത്? ബൗണ്ടറ്റ് ആവരുത്. അറ്റാച്ച്മെൻറ്റും ബോണ്ടേജും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ പലർക്കും പറ്റിയിട്ടുള്ളത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പണ്ട് പറഞ്ഞിട്ടുള്ള ഡിറ്റാച്ച്മെൻ്റാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നതെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തെറ്റാണ്. മൂലത്തിലും അല്ലെങ്കിൽ മലയാളത്തിലും അല്ലെങ്കിൽ യഥാർത്ഥ ഭക്തന്മാർ പണ്ട് ശങ്കരനൊക്കെ പറഞ്ഞിട്ടുള്ള കാലത്തൊക്കെയുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നോക്കിയാൽ ബന്ധനം പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തില്ല എന്ന് പറഞ്ഞില്ല. അർജുനന് കൃഷ്ണനോട് അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? പക്ഷെ അവസാനം പറഞ്ഞു യഥേച്ഛതി തഥാ ഗുരു, നീ വേണമെങ്കിൽ ചെയ്താൽ മതി. അവിടെ എന്തില്ല? ബൗണ്ടറ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ടൊന്നുമില്ല. അറ്റാച്ച്മെൻ്റ് അപ്പോഴും ഉണ്ട്. പിന്നെയും അർജുനനെ കൗന്ദേയ എന്നൊക്കെ വിളിക്കും. അന്യോന്യം സംസാരിക്കുന്ന മെത്തേഡിലൊക്കെ ഉണ്ടാവും, ഇല്ലേ? ബൗണ്ടറ്റ് ആവുന്ന സമയത്ത് എന്ത് പറ്റും? ബ്രേക്ക് ചെയ്യും. ബോണ്ടേജ് ആണ് നമ്മുടെയൊക്കെ കുഴപ്പം. വി ആർ ബൗണ്ടഡ് ടു സംതിങ്. അതില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അത് ഹസ്ബൻഡായാലും വൈഫായാലും ഒക്കെ കുഴപ്പമാണ്. ബൗണ്ടറ്റ് ആവരുത് നമ്മൾ. ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കില്ല പോ, അത്രയൊക്കെ ഉള്ളൂ. അത് അച്ഛനായാലും മക്കളായാലും സ്വത്തായാലും ഇതൊന്നും എനിക്ക് ബാധകമല്ലാണ്ടിരുന്ന ഒരവസ്ഥയിൽ നമുക്ക് എന്ത് കിട്ടും? സായുജ്യം കിട്ടും. അതിനാണ് നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കാൻ പറയുന്നത്, അല്ലേ? യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ഒരു കാര്യത്തിൽ, പിന്നെ ധ്യാനത്തിലേക്ക് എത്തും, അല്ലേ? അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? പ്രാണായാമം. അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ആണോ അല്ലയോ? എന്നൊക്കെ വലിച്ച് ഒരു മൂക്കിൽ വലിക്കുക, മറ്റേ മൂക്കിൽ വലിക്കുക. വേറെ എവിടെയും വലിക്കാൻ പറ്റില്ലല്ലോ, വായിലെ കൂടി വലിച്ചൊന്നും പറയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മനസ്സമാധാനം കിട്ടുന്ന പറയുന്നത്, അല്ലേ? രമണ മഹർഷി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാണബന്ധനാത് ലീയതേ മന. എന്ത് രസം അറിയോ? പ്രാണം ബന്ധിച്ചാൽ എന്ത് പറ്റും? മനസ്സ് അലിയും. അടുത്ത ലൈനും കൂടി കേൾക്കുമ്പോഴാണ് നമ്മളെ മണ്ടന്മാരാക്കിയെന്ന് മനസ്സിലാവുക. ജാലപക്ഷിവത് ദീനരോദനം. ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എന്ത് സാത്വികതയൊക്കെ പഠിപ്പിക്കാന്നറിയോ? അത് കഴിഞ്ഞ് പുറത്ത് നിന്നിട്ട് ആ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരാൾ നമ്മുടെ വണ്ടി എടുക്കാൻ കുറച്ച് വൈകിയാൽ ഒട്ടനെ ദേഷ്യം വരും. ആണോ അല്ലയോ? അത് ഈ പക്ഷിയെ പോലെയാണ്. ഉള്ളിലിട്ടുന്ന സമയത്ത് കളിക്കുന്ന കാണുമ്പോൾ നമ്മളായിരിക്കും പക്ഷി വളരെ ഹാപ്പിയാണ്. ആണോ അല്ലയോ? അല്ലേ? ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കൊത്തും, നമ്മൾ പറയുന്നതൊക്കെ പറയിപ്പിക്കും. ഒന്ന് കൂട് തുറന്നു വിട്ടാട്ടെ, അപ്പോൾ എന്ത് പറ്റും? ഉപദേശസാരം. ഉപദേശസാരം രമണ ഡോക്ടർ TPS ആദ്യം പഠിപ്പിച്ചത് അമേരിക്കയിലാണ്. ഉപദേശസാരം 1-2 പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് രശ്മി ഉപദേശസാരം തുടങ്ങിയിട്ടുണ്ട്. പ്രാണബന്ധനാത് ലീയതേ മന ജാലപക്ഷിവത് ദീനരോദനം. വിടുന്ന സമയത്ത് ചാടിപ്പോകും എന്ന് വെച്ചാൽ തീരെ ഇഷ്ടമല്ല. നമുക്കൊക്കെ അങ്ങനെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള സുഖം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ഇത്തരം പരിപാടികളൊന്നും നമ്മളെ എന്ത് തരില്ല?
സമാധാനം തരില്ല. കണ്ണടച്ചിരുന്നത് കൊണ്ട് മിക്കവാറും ആൾക്കാർ അവരുടെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് നോക്കി അറിയാം, വെറുതെ സമയം കളയാണ്. മനസ്സിലാവുണ്ടോ? രാത്രി ഫുൾ കടന്നുറങ്ങിയാൽ പിന്നെ ഇന്നലെ നമ്മൾ എത്ര 2 മണിയായിട്ടുണ്ടാവും. ഞാൻ 5 മണിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങി? 2-3 മണിക്കൂർ. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടാവും? ഇത് ഇന്നല്ല, കുറേ കാലങ്ങളായിട്ട്. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടാവും? കുഴപ്പമൊന്നുമില്ല. എന്താ കാരണം? ആ സമയത്ത് ഡീപ്പ് സ്ലീപ്പാണ്. അപ്പം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് പോകണം? ഡീപ്പായിട്ട് പോകണം. പഠിക്കണ സമയത്തും പഠിപ്പിക്കണ സമയത്തും. അതാണ് കോൺസെൻട്രേഷൻ എന്നുള്ള വാക്കെന്താ അർത്ഥം? അല്ലേ? സാന്ദ്രത ഉണ്ടാവണം. ചെയ്യുന്ന കാര്യത്തിൽ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ ഇരിക്കണത്, ഡെപ്തിൽ പോകണം. അത് കുക്കിംഗ് ആയാലും എൻജോയ് ചെയ്യണം. അപ്പോൾ സാന്ദ്രതയുള്ളവരാണ്. വണ്ടി ഓടിക്കുമ്പോഴും എന്ത് ചെയ്യണം? ശരിക്കും എൻജോയ് ചെയ്യണം. ഗോട്ട് ഇറ്റ്? പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എൻജോയ് ചെയ്യണം. ഞാൻ എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ സഫർ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻജോയ് ചെയ്യാതെ ഇത് പറഞ്ഞാലോ നിങ്ങളെല്ലാവരും സഫർ ചെയ്യും, ഉറപ്പല്ലേ? കാരണം ഞാൻ തന്നെ സഫർ ചെയ്യാണ്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ എൻജോയ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് എൻജോയ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിലോ ഉറപ്പാണ് നിങ്ങൾ എൻജോയ് ചെയ്യില്ല. യെസ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഒരു ലിഫ്റ്റ് ബോയ് എന്നുണ്ട് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ളൊരു ഇംഗ്ലീഷ് ഒരു ആർട്ടിക്കിൾ ഓർമ്മയുണ്ട്. നമ്മൾ പഠിക്കുമല്ലോ ഇംഗ്ലീഷിൽ, അല്ലേ? ലിഫ്റ്റ് ബോയ്. എന്താണ് ലിഫ്റ്റ് ബോയ്? വീട്ടിൽ നിന്ന് എന്തോ ഭാര്യയായിട്ട് പിണങ്ങിയിട്ടാണ് അയാൾ ലിഫ്റ്റ് കയറുന്നത്. അപ്പോൾ ലിഫ്റ്റ് ബോയോട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ ദേഷ്യപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നിട്ട് ആ ലിഫ്റ്റ് ബോയ് എന്ത് ചെയ്യും? പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ തീർക്കും. കാരണം ബോസിൻ്റെ അടുത്ത് പറ്റില്ല, പക്ഷെ ബാക്കിയുള്ളവരടുത്തൊക്കെ പറയാമല്ലോ, അല്ലേ? നമ്മളിങ്ങനെ ഒരു ട്രാൻസ്മിറ്റിംഗ് വൈറസ് പോലെയാണ് ഈ സ്വഭാവങ്ങളൊക്കെ. എപ്പോഴാണ് ഇതിൽ നിന്നൊക്കെ പുറത്തു വരിക എന്ന് ചോദിച്ചാൽ, ഈ നിമിഷം മുതൽ ഞാൻ അങ്ങനെയെല്ലാം തീരുമാനിച്ചു. അതെങ്ങനെ പറ്റുക? കുറച്ച് കാലമേ ഉള്ളൂ. ഭഗവത്ഗീതയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടൊരു ഉത്തരഗീത എന്ന് പറഞ്ഞിട്ടൊരു ഗീതയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഉത്തരഗീത രാമകൃഷ്ണ മിഷൻ അത് പണ്ട് പബ്ലിഷ് ചെയ്തൊരു ബുക്ക് ഞാൻ മേടിച്ച 6 രൂപയോ അങ്ങനെ ഉള്ളൂ വില. അന്ന് ബുക്ക് സ്റ്റാളിൽ, ഇരിങ്ങാലക്കുട ബുക്ക് സ്റ്റാളിൽ നിന്നാണ് മേടിച്ചത്. ഉത്തരഗീത രാമകൃഷ്ണ മഠാണത്. അതിനകത്ത് ഭഗവത്ഗീത കഴിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ പോയിട്ട് പറയും, ആ സമയത്ത് പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എക്സാം ഹാളിൻ്റെ തൊട്ട് മുമ്പിൽ മാത്സ് പഠിപ്പിച്ചാൽ അങ്ങനെ ഇരിക്കും, ഇല്ലേ? നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നുമില്ല. ഞാൻ അവസാനം യഥേച്ഛതി തഥാഗുരു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ ആളെ കാച്ചി എന്നല്ലാതെ ഇതെന്താ ഈ 18 അധ്യായത്തിൽ 700 ശ്ലോകം നടത്തുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയേണ്ടത് ഒരു ആവശ്യമില്ല എനിക്കത്, അതിൻ്റെ പണി കഴിഞ്ഞു, അതൊക്കെ വേസ്റ്റാന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്തിനത് പഠിക്കുന്നത്? അർജുനനോട് തന്നെ കൃഷ്ണൻ പറഞ്ഞെന്താണ്? ഇതൊന്നും പഠിക്കേണ്ടതാണ്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം, അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. കുറേ വേദങ്ങളുണ്ട്, കുറേ ശാസ്ത്രങ്ങളുണ്ട്. അല്പശ്ചകാലേ ബഹുവശ്ച വിഘ്നോ. എനിക്ക് കുറച്ച് കാലേ ബാക്കിയുള്ളൂ മോനെ. 65 വയസ്സിലാണ്, അല്ലേ? 65, 83. അത് കഴിഞ്ഞിട്ട് 30 കൊല്ലം. ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന മീശ വിരിച്ചിട്ടുള്ള ആളെന്ന് കാണുമ്പോൾ ആ പ്രായമൊന്നും വിചാരിക്കണ്ട കേട്ടോ, അല്ലേ? ഭഗവത്ഗീത പറയുന്നത് തന്നെ 3142 ജൂലൈ, ഓഗസ്റ്റ്, നവംബർ, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ്. 3-4 കാൽക്കുലേഷൻ അതുകൊണ്ട് മാറ്റി പറയുന്നത്. ഓരോരാളും വ്യത്യസ്തമായ കാലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 4 വ്യത്യസ്തമായിട്ടുള്ള ഗവേഷകന്മാർ 4 വ്യത്യസ്ത കാലമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് കാലം നിന്നു. കൃഷ്ണനും അത്രയായിരുന്നു, 103.5 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളൂ. 83 + 30 അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? 83 + 30 103, അത്രയേ ഉള്ളൂ. 103.5 വയസ്സ് അത്രയേ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് ഒരു പുരുഷായുസ് ഭഗവാന് പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് നമ്മളെന്നാ ധാരണ. ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് ആർക്കുണ്ടായിരുന്നത്? എല്ലാ ഭഗവാന്മാരുടെയും കഥ കേൾക്കുന്നതും എല്ലാ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രവും നമ്മൾ കേട്ടാൽ വിചാരിക്കും നമ്മൾ അതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്, അല്ലേ? ഞാൻ പറയാറ്, ഞാൻ നിസാമിനേക്കാളും ബെസ്റ്റായിട്ടാണ് ഹൈദരാബാദിൽ ജീവിക്കുന്നത്. നിസാമിൻ്റെ വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടായിരുന്നു, അയാളുടെ കാർ എയർ കണ്ടീഷൻ ആയിരുന്നു? അല്ലല്ലോ.
ആണോ? നമുക്കിപ്പോൾ എന്ത് സുഖ? അങ്ങനെ ആലോചിക്കാറുണ്ടോ ആരെങ്കിലും? കഷ്ടപ്പാടുകൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടുമ്പോൾ നമ്മളെന്താ ആലോചിക്കേണ്ടത്? നമ്മൾ അതിനേക്കാളും എത്രയോ ബെറ്റർ ആണെന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സ്ഥിതി, ഇല്ലേ? മഹാത്മാഗാന്ധിയൊക്കെ അനുഭവിച്ചാൽ നമ്മൾ അനുഭവിക്കണം, ഇല്ല? ടാഗോർ, നിങ്ങൾ മ്യൂസിയത്തിൽ പോകണം കൽക്കട്ടയിൽ. ടാഗോറിൻ്റെ വീടെന്ന് പറയുന്നത് ഓരോ മുറിയും ഓരോ രാജ്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അറിയോ അത്? ടാഗോറിൻ്റെ വലിയ ഭവനമുണ്ട്, അതിൽ ഓരോ മുറിയും ഓരോ രാജ്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജപ്പാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു മുറി. ടാഗോർ ജപ്പാന് വേണ്ടിയിട്ട് അവിടുത്തെ ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിൻ്റെ എക്സിബിഷനാണ് ഒരു മുറിയിൽ. അടുത്തതിൽ ചൈന ആയിരിക്കും, അടുത്തതിൽ ഇംഗ്ലണ്ട് ആയിരിക്കും. ഒരു ജന്മം അദ്ദേഹത്തിന് നമുക്കും ഉണ്ടായിട്ടില്ല. നമ്മളെന്താ ചെയ്ത് അയാളെന്താ ചെയ്ത് ആലോചിച്ചു, അല്ലേ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ ഗുരുദേവ് എന്ന് വിളിച്ചത്. ആരാ വിളിച്ചത്? മഹാത്മാഗാന്ധിയാണ് വിളിച്ചത്. മഹാത്മാഗാന്ധി ഗുരുദേവ്, തിരിച്ച് മഹാത്മാ എന്ന് വിളിച്ച രണ്ടുപേര് വ്യത്യസ്തമായ പേര് കൊടുത്തത് തന്നെ എത്ര വലിയ ചിന്തകളാണെന്ന് ആലോചിക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമോ? അല്ലെ, മഹാത്മാ എന്നുള്ള വാക്ക് വേറെ എവിടെ നിന്നും കടർത്തൊന്നും അല്ല കേട്ടോ. സിൻഹള അടുത്ത കാലത്ത് ശ്രീലങ്ക പോയ സമയത്ത് ഞാൻ ചോദിച്ചു, എന്നെ സാറിന്ന് വിളിക്കരുതെന്ന് ഞാൻ പറയും. അപ്പോൾ പകരം എന്ത് വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ മീറ്റിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ അന്യോന്യം വിളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സിൻഹള ഭാഷയിലുള്ളൊരു വാക്ക് പറയാൻ പറയും. അപ്പോൾ മഹാത്മാ. നമ്മൾ വിചാരിച്ച മഹാത്മാഗാന്ധി കണ്ടുപിടിച്ച വാക്കല്ലേ, ഗുരുദേവ് കണ്ടുപിടിച്ച വാക്കെന്നല്ലേ വിചാരിച്ചാണോ? അല്ലയോ? അല്ല, അവിടെ എല്ലാവരെയും അന്യോന്യം വിളിക്കുന്നത് നമ്മൾ ശ്രീമാൻ എന്നൊക്കെ വിളിക്കില്ലേ, അതിന് പകരം സിൻഹളയിൽ അവർ വിളിക്കുന്നത് എന്താണ്? ആണായാലും പെണ്ണായാലും എന്താ വിളിക്കേണ്ടത്? മഹാ ആത്മ. ആത്മക്ക് ജെൻഡർ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ആരെ വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന വാക്കെന്താണ്? മഹാത്മാ. നമ്മളിപ്പോഴും സാറെന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ശ്രീലങ്കയിൽ യാത്രയിൽ എനിക്ക് ആ പ്രശ്നമുണ്ടായി ഈ പ്രശ്നമുണ്ടായി ഇതൊന്നും ഞാൻ ആലോചിക്കാറും പറയാറില്ല. ഉണ്ടോ? ഏതെങ്കിലും എൻ്റെ ട്രാവലിലോ അല്ലെങ്കിൽ പ്രഭാഷണം എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടോ? പക്ഷെ അതൊന്നും അല്ല എൻ്റെ കാതലെന്താ? അവിടെ ഞാൻ എന്ത് പഠിച്ചു, എന്ത് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ചില ആൾക്കാർക്ക് എന്താണ് ചിന്ത ഉണ്ടാവുക, അല്ലേ? ഗുരുവായൂർ ദർശനം, എന്താ തിരക്ക്! എടോ, തിരക്ക് കാണാൻ മീൻ മാർക്കറ്റിൽ പോയാൽ പോരെ, എന്തിന് ഗുരുവായൂർ വരെ പോണതാൻ? അല്ലേ? സാധാരണ ആൾക്കാർ എന്താ പറയുക, ഗുരുവായൂർ ദർശനം എങ്ങനെയുണ്ട്? എന്താ തിരക്ക്! ക്യൂ എന്ന് പറഞ്ഞാലേ, ഇപ്പം ഇവൻ പോയത് എന്തിനു വേണ്ടിയിട്ടാ? ക്യൂ കാണാനാണോ പോണത്? നമ്മുടെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്താ വേണ്ടത് നമുക്ക്? ലൈഫിൽ രണ്ട് കാര്യം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. ഐ ഹാവ് എൻ ഒബ്ജക്റ്റീവ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ ഹാവ് എ സ്കോപ്പ്. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? കാലക്ഷേപമാണ് പലരുടെയും. ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു. എങ്ങനെ ഉണ്ടോ ജീവിതം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇങ്ങനെ പോണത്, നിർത്തിക്കൂടെ പണി, എന്തിനാ ഇങ്ങനെ പോണ, അല്ലേ? തമിഴിൽ എങ്ങനെയാ പറയാ? ഇപ്പടിയേ പോകരുത്, അല്ലേ? കന്നഡയിൽ എന്താ പറയാ? നടിത്തായിതെ. എന്താ പറയാ? തെലുങ്കിൽ എന്താ പറയാ? ജരകത്തായിതെ. എഴഞ്ഞിട്ടൊക്കെയാ പോണത്. എന്തിനാ ഇങ്ങനെ പോണത്? അതേ സമയത്ത് ബംഗാളിലും ഗുജറാത്തിലും എന്താ പറയാ അറിയാം? കേമൻ വച്ചേ, ബാലു വച്ചേ. ഹാപ്പിയാണ് അവര്. ഗുജറാത്തിൽ പോയി ചോദിച്ചാൽ മജേ മെച്ചേ. ഒരാളും പറയാറില്ല. എൻ്റെ ഗുരു പറയാറുണ്ട്, ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് സന്തോഷം എന്ന്. താഴത്തോട്ട് വരുന്തോറും കുറഞ്ഞ് ഇല്ലാണ്ടാവും. ആ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ്. എപ്പോഴും ഗുരു പറയും, ഇതെന്തേ നന്നാവാത്തതെന്ന് ചോദിച്ചാൽ ചുരുങ്ങി ഭൂപടം പോലെ ചുരുങ്ങിയിരിക്കുക മനസ്സ്. എന്തില്ലാത്ത കൊണ്ടാന്ന് ആലോചിച്ചു, അല്ലേ? കാശ്മീരിൽ ഹാപ്പിയാണ്. കാശ്മീരിൽ വളരെ ഹാപ്പിയാണ്. കാശ്മീർ തലയാണ്. നമ്മുടെയൊക്കെ പണ്ഡിറ്റുകളാണ്. കാശ്മീർ പണ്ഡിറ്റുകളാണ്. അത് മുസ്ലിംസും നല്ല ഹാപ്പിയാണ്. മുസ്ലിംസ് കേരളത്തിൽ പോലും നമ്മൾ നോക്കിയാൽ മുസ്ലിംസും ഹിന്ദുക്കളും എടുത്തു നോക്കിയാൽ ഹാപ്പിനെസ് മുസ്ലിംസിനാണ് കൂടുതൽ. ഇപ്പം എൻ്റെ കൗൺസിലിംഗ് സെഷനിലോ അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക് സെഷനുകളിലോ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് ധൈര്യമുള്ളത് മുസ്ലിം പെൺകുട്ടികളാണ്. ഫുൾ ഫ്രീഡം കൊടുക്കും. അത്രയും നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ധാരണ നേരെ തിരിച്ചാണ്. നമ്മൾ വളരെ കൺസർവേറ്റീവാണ്.
ആ ചിന്തകളിൽ നിന്ന് മാറേണ്ടത് നമ്മളിതൊന്നും പഠിക്കാത്തതുകൊണ്ടാണ്. അല്ലല്ല, പുറത്താണ് തൊഴേണ്ടത്. പാതാൽ പാദാനുഗതം ഗച്ഛേൽ, പാതാൽ പാദാനുഗതം ഗച്ഛ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ കാണാറുണ്ട്. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ കാലിങ്ങനെ വെക്കുക. അപ്പോൾ ശ്രദ്ധ എന്തിലാ? ഭഗവാനിലല്ല, അവിടെയാണ്, കാലിലാ ശ്രദ്ധ. ഈ വാക്കുകൾ അതേപോലെ എടുക്കുമ്പോഴായി പ്രശ്നം. അതിൻ്റെ വാച്യാർത്ഥമല്ല എടുക്കേണ്ടത്, ആന്തരിക അർത്ഥം എടുക്കാൻ പറ്റുന്നില്ലല്ലോ. കരവും ചലന വിവർജിതവും, കൈ ആട്ടി നടക്കരുത്. എത്ര പേരുണ്ട് കൈ ആട്ടി നടക്കാത്തവരോട്? അപ്പോൾ കൈ എവിടെ വെക്കണം? കൈ ഇവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ ഇതേപോലെ ആവാം, ഇതേപോലെ ആവാം, ഇതേപോലെ ആവാം, ഇതേപോലെ ആവാം. ഇതിനൊക്കെ ന്യായമുണ്ട്, കൃത്യമായിട്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ, ധൃതിയിൽ പോവരുതെന്ന്. ഉള്ളിലാണ് എനർജി. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വി ആർ ദിസ്, നമ്മളാണിത്. നമ്മുടെ ഉള്ളിൽ കയ്യിൽ തന്നെ ഇരിക്കണ്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. നല്ല കൈപ്പുണ്യമുള്ള ആളാണെന്ന് പറഞ്ഞാലോ, അല്ലേ? നല്ലയും മോശവും ഒക്കെ പറയാൻ എന്താ? കയ്യിലാണ്. ആശീർവാദം കൊടുക്കുന്നതും ശാപം കൊടുക്കുന്നതും കൈ കൊണ്ട് തന്നെയാണ്, ഒരാളൊഴികെ. അല്ലേ? വരാൻ പോകുന്ന ഓണം അതിൻ്റെ കഥയാണല്ലോ. കാല് കൊണ്ട് കൊടുത്തിട്ടുള്ള ഒറ്റ കഥയേ ഉള്ളൂ, ബാക്കിയെല്ലാം കൈ കൊണ്ടാണ്. ഓണം വേറെ കഥയൊന്നും നമ്മൾ കേൾക്കില്ലല്ലോ കാല് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകളും പഠനവും വാച്യാർത്ഥത്തിലല്ല എടുക്കേണ്ടത്. എന്തിലാണ് എടുക്കേണ്ടത്? എൻ്റെ കാതലിലേക്ക് പോകണം. ആ കാതലിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത്, ആ അറിവാണ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിന് ഡീപ്പായിട്ട് പഠനങ്ങൾ വേണം, ചിന്തിക്കണം, അറിയണം. ഇപ്പം യമ നിയമ ആസന, ആസനം സുഖാസനാണ്. സുഖാസനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ഏറ്റവും നല്ല സുഖാസനം എന്ന് പറയുന്നത് എന്താണ്? ഏതാണോ നിങ്ങൾക്ക് സുഖം അതാണ് നിങ്ങളുടെ സുഖം. അതിൽ ഏറ്റവും സുഖമുള്ള ആസനം ഏതാ? ഏറ്റവും ദുഃഖം വരുന്ന സമയത്ത് ഒരു കുട്ടി എങ്ങനെയാണ്? നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ കിടക്കാനാണ് താല്പര്യപ്പെടുക? കമിന്നിട്ടാ കിടക്കുക. മനസ്സിലാവുണ്ടോ? കമിന്ന് കിടന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട്, ഡോക്ടർ TPS മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു 20 കൊല്ലം മുമ്പ് ഡൽഹിയിൽ പഠിപ്പിച്ചതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എന്ത് ചെയ്യണം? കമിന്ന് കിടക്കണം. കമിന്ന് കിടക്കുമ്പോൾ നമ്മുടെ ബെല്ലി താഴത്തോട്ടും മുകളിലോട്ടും പോകുന്നത് നമുക്ക് അനുഭവിക്കാം. അറിയോ ഇല്ലയോ? കമിന്ന് കിടക്കുമ്പോൾ എന്ത് ചെയ്യും? വയറ് താഴത്തോട്ടും മുകളിലോട്ടും പോകുന്നത് ഓരോരാൾക്കും അനുഭവിക്കാം. ആ ശ്രദ്ധ അതിലുണ്ടായാൽ പ്രാണം യാമത്തിലായി. അത് കൃത്യമായിട്ട് വിന്യസിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബ്രത്ത് നമ്മൾ അറിയുന്നില്ല. അറിയണ്ടോ? കമിന്ന് കിടന്നാലോ ബെല്ലി താഴത്തേക്കും മുകളിലേക്കും പോകുന്നു. ചെറിയ കുട്ടികളെ ഉണ്ടല്ലോ വയറിങ്ങനെ അപ്പും ഡൗണും പോകുന്നത്, നമുക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയണില്ല. പക്ഷെ അങ്ങനെ കിടക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും നല്ല കിടപ്പ്. നല്ല ദുഃഖത്തോടു കൂടി ഒരു കുട്ടി വന്നിട്ട് അമ്മയുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അമ്മ എന്താ ചെയ്യുക? മടിത്തട്ടിൽ എങ്ങനെ കിടത്തും? കമുത്തി കിടത്തിയിട്ട് പുറത്ത് 2 തട്ട് കിട്ടും. ആണോ അല്ലയോ? അല്ലെങ്കിൽ തലയിലൊന്ന് തൊട്ട് പറയും. എനിക്ക് ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുള്ളതാണ്. എല്ലാ വികൃതിയും കഴിഞ്ഞിട്ട് അടി കിട്ടും തോന്നുമ്പോൾ നേരെ പോയിട്ട് മടി കിടന്നു കഴിഞ്ഞാൽ അമ്മ, മോനെ നീ നാളെ നന്നാവെന്ന് പറയും. എന്താ പറയുക? മോനെ നീ ഇന്ന് മോശമെന്നാണ് അതിനർത്ഥം. അത് പറയില്ല, പോസിറ്റീവായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അഫർമേഷൻ അങ്ങനെയാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞ സമാധി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല സമാധി സ്പർശം അല്ലെങ്കിൽ സമാധി സ്ഥലം ഏതാണ്? അമ്മയുടെ മടുത്തട്ടാണ്. നമ്മളെല്ലാം മറന്നിട്ട് ഒരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്, അല്ലേ? ആരെയും സൊല്യൂഷൻ കണ്ടോളും? അമ്മ കണ്ടോളും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കിടക്കാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, നമ്മൾ ബ്രത്തിനെ മാത്രം ശ്രദ്ധിക്കും, വേറൊന്നും ആവശ്യമില്ല. അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇരുന്ന് ചെയ്യണമെങ്കിലോ, നമ്മുടെ പണ്ട് വീടുകളിലൊക്കെ പലക ഉണ്ടാവാറില്ലേ വ്യത്യസ്ത ഹൈറ്റിൽ, അല്ലേ? ഓരോരാൾക്കും അവരവരുടെ സീറ്റിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് പല. അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. പലയിടത്തും പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ ഇരിക്കണമെന്നാണ് സ്വാമി മഹാമണ്ഡലേശ്വർ വേദഭാരതി നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരാഴ്ചത്തെ. വേറൊന്നും പഠിപ്പിക്കില്ല. നേരെ ഇരിക്കാൻ പഠിച്ച അങ്ങനെ പഴയ പ്രശ്നങ്ങളൊക്കെ തീരുന്ന പറയാം. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മളത് അനുഭവിക്കില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അനുഭവിക്കാണ്ടിരുന്നാൽ പോരെ, അല്ലേ?
നമ്മൾ അറിയാണ്ടിരുന്നാൽ പോരെ, അങ്ങനെ ഇങ്ങോട്ട് പോയിക്കോളൂ. എന്തായാലും കുറച്ച് കാലമല്ലേ ബാക്കിയുള്ളൂ. അല്പശ്ച കാലേ ബഹുവശ്ച വിഘ്നോ. കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? വേറെ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട്. അല്പശ്ച കാലേ ബഹുവശ്ച വിഘ്നോ. ഗുരുഗീത അല്ല, ഉത്തരഗീത. അതിനകത്ത് എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു ഒക്കെ ഉണ്ട് കംപ്ലീറ്റ്. ആകെ 10-30 എപ്പോഴെങ്കിലും പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാം. ഉത്തരഗീത നല്ല നല്ല പ്രാക്ടിക്കലായിട്ടുള്ള എത്ര ഉത്തരഗീത ചെറിയൊരു ബുക്കാണ്. 10-30 ശ്ലോകങ്ങളേ ഉള്ളൂ. എൻ്റെ അത്ര അനന്തശാസ്ത്രം ബഹുവേദിതവ്യം എക്സെട്ര എക്സെട്ര ഇവാംബു മിശ്രം എന്നാണ്. കുറേ എന്താ പറഞ്ഞു. ഇവാംബു മിശ്രം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പാലൊഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തു, കുറേ വരില്ലേ, അല്ലെ കറക്റ്റായിട്ടുള്ള എങ്ങനെ പിക്കപ്പ് ചെയ്യും? അതെങ്ങനെ പിക്കപ്പ് ചെയ്യുന്നതിന് ഉദാഹരണം പറഞ്ഞത് ഗുരുഗീതയിൽ പറഞ്ഞ എങ്ങനെ അറിയോ? വെള്ളത്തിൽ പാലൊഴിച്ചാൽ ക്രെയിൻ ഇല്ലേ, അതെന്താ കുടിക്കുക? പാല് മാത്രം കുടിക്കാൻ പറ്റുന്നു. അങ്ങനെ പറ്റുമൊന്നുമില്ല കേട്ടോ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാ. അങ്ങനെ ഒരു ജീവിക്കും അതിനുള്ള കഴിവില്ല. അത് വെറുതെ ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ കഴിവ് വേണം നമുക്ക്. എന്ത് അങ്ങനെ ഈ കൊക്കിന് വല്ല ഈ പാലിനെ കട്ടിയാക്കാനുള്ള വല്ല കെമിസ്ട്രി ഉണ്ട് അതിനകത്ത്? ഇതൊക്കെ മണ്ടത്തരാ. നിങ്ങൾ ഏതെങ്കിലും ലോകത്ത് കെമിസ്ട്രി അങ്ങനെ പഠിച്ചു നോക്കൂ. അറിയാനുണ്ട്. അതാ ഞാൻ അതാ പറഞ്ഞത്, വെർബാറ്റിയമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഓടിയ വീഴുന്ന അമ്മ പറയില്ലേ? പറയുമല്ലോ. എൻ്റെ വെർബാറ്റിയം മീനിങ് എന്നാ ഓടുന്ന വീഴുന്നു. അങ്ങനെ ഓടുന്ന എല്ലാവരും വീണിട്ടുണ്ടോ? അതേ അമ്മ അത്യാവശ്യമായിട്ട് പഞ്ചസാര മേടിക്കാൻ വേണ്ടി എന്നോട് ഓടിപ്പോയി പഞ്ചസാര മേടിക്കാൻ. അപ്പം അമ്മ പണ്ട് പറഞ്ഞില്ലേ ഓടിയാ വീഴുന്നു? ഉണ്ടോ? അരയാലിൻ്റെ പ്രദക്ഷിണം വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം വെക്കരുത് എന്നാണ്. വെക്കരുത് എന്ന് വെച്ചാൽ എന്ത് കുഴപ്പം? അരയാൽ പൊട്ടിപ്പോ നമ്മൾ പൊട്ടിപ്പോവും? ഒന്നുമില്ല. അങ്ങനെ ചെയ്താൽ ഗുണമില്ല അല്ലേ? അങ്ങനെ പറയാൻ വേണ്ടി പറയുന്ന ന്യായമാണ് പറഞ്ഞത്. അതുകൊണ്ട് അതുണ്ട്. അത് പകല് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ ചൂട് കൂടുമ്പോൾ അതങ്ങോട്ട് പോവും. അതുകൊണ്ട് വലിയ ഗുണമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നത് അതിൻ്റെ ഗുണം കുറയുമ്പോൾ ചെയ്യരുത് എന്നാണ് പറയാം. അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിനാണ് മലയാളി നമ്മുടെ ഭാഷയിൽ അരുത് എന്ന് പറയുന്നത്. 9 കുറച്ച് സമയം കൂടി. അത് ഓരോ കാലത്തിനനുസരിച്ചിട്ടും ഓരോ പ്രകൃതിക്കനുസരിച്ചും മാറില്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ കൃത്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന സമയത്ത് വാച്യാർത്ഥം അല്ല എന്ന് പറയാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ്. വാച്യാർത്ഥം അല്ല നോക്കേണ്ടത്, ലിറ്റററി മീനിങ് അല്ല, വേർഡ് ബൈ വേർഡ് മീനിങ് അല്ല, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്താൽ കുറേ ഗുണം കിട്ടും നമുക്ക്. അതിൽ ഗുണമുള്ളത് മാത്രം എടുക്കാൻ പറ്റും. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? കുറേ ഉണ്ട്, നമ്മൾ കുറേ കാര്യം പഠിക്കാനുണ്ട്. പക്ഷെ എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും ഈ കാലത്ത്. ഇപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ളത് വലിച്ചു കുടിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം.